നമസ്കാരം. അതിസമ്പന്നരുടെ പട്ടികയിൽ ആഗോളതലത്തിൽ 4ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ഇന്ത്യ. പ്രോപ്പർട്ടി കൺസൾട്ടിംഗ് സ്ഥാപനമായ നെറ്റ് ഫ്രാങ്കിന്റെ ഏറ്റവും പുതിയ ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് പ്രകാരം 87,698 ഉയർന്ന ആസ്തിയുള്ള വ്യക്തികളാണ് ഇന്ത്യയിലുള്ളത് എന്നതാണ്. US, ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. കുറഞ്ഞത് 8 കോടി രൂപയെങ്കിലും നിക്ഷേപം നടത്താൻ സാധിക്കുന്ന തരത്തിൽ അധിക തുക കയ്യിലുള്ളവരെയാണ് അതിസമ്പന്നരായിട്ട് കണക്കാക്കുന്നത്. ആകെ ആസ്തിയിലല്ല, മറിച്ച് ആസ്തിക്ക് പുറമെ നിക്ഷേപം നടത്താൻ സാധിക്കുന്ന രീതിയിൽ 8 കോടി രൂപ തുകയായി പക്കലുണ്ടോ എന്നതാണ് മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നത്. അതിസമ്പന്നരിൽ 3.7% പേർ ഇന്ത്യക്കാരാണ്. സമ്പന്നരെ സൃഷ്ടിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ അമേരിക്ക 1ാം സ്ഥാനത്ത് തുടരുകയാണ്. അതിസമ്പന്നരിൽ 40% പേർ US-ലാണ് താമസിക്കുന്നത്. ചൈനക്കാരായ 20% പേർ, ജപ്പാനിൽ നിന്ന് 5% പേരാണ് ഇത്തരത്തിൽ പട്ടികയിലുള്ളത്. ഇന്ത്യക്ക് പിന്നിൽ 69,798 പേരുള്ള ജർമ്മനിയാണ് പട്ടികയിൽ 5ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. 6ാമത് കാനഡയും 7ാമത് UK-യുമാണ്. പിന്നിൽ 69,798 പേരുള്ള ജർമ്മനിയാണ് പട്ടികയിൽ 5ാം സ്ഥാനത്തുള്ളത്. 6ാമത് കാനഡയും 7ാമത് UK-യുമാണ്. ഫ്രാൻസ്, ഓസ്ട്രേലിയ, ഹോങ്കോങ്, ഇറ്റലി, ദക്ഷിണാഫ്രിക്ക, തായ്വാൻ, ബ്രസീൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് അതിസമ്പന്നരുള്ള ഇന്ത്യക്ക് പിന്നിലുള്ള മറ്റു രാജ്യങ്ങൾ. സമ്പന്നരുടെ എണ്ണം 2024 ആഗോളതലത്തിൽ 4.4% വർദ്ധിച്ച് 2.3 ദശലക്ഷം ആളുകളിലെത്തി. $100 മില്യൺ കൂടുതൽ ആസ്തിയുള്ള അൾട്രാ ഹൈ നെറ്റ് വർത്ത് വ്യക്തികളുടെ എണ്ണം ആദ്യമായി 1 ലക്ഷം കവിഞ്ഞിട്ടുണ്ട്. ശതകോടീശ്വരന്മാരുടെ എണ്ണം ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ശതകോടീശ്വരന്മാരുടെ ആസ്തിയിൽ 132 ലക്ഷം കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായിരുന്നത്. UBSന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ ശതകോടീശ്വരന്മാരുടെ മൊത്തം ആസ്തി കഴിഞ്ഞ ദശകത്തിൽ ഏകദേശം 3 ഇരട്ടിയായി വർദ്ധിച്ച് 2023 $637.1 ബില്യണിൽ നിന്ന് 2024 $905.6 ബില്യൺ ആയിട്ടുണ്ട്. ആഗോള ശരാശരിയെക്കാളും കൂടുതലുമാണിത്.